ഇന്ന് നമുക്ക് ശ്രുതിയുടെ കല്യാണത്തിന് പോകാം. ശ്രുതി ആരാണെന്നാണെങ്കിൽ ശ്രുതി എൻ്റെ റൂംമേറ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പുണ്യപുരാതനമായ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്, കാരണം വടകര അവളുടെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, ട്രെയിൻ വരാൻ വേണ്ടി അങ്ങ് കാത്തിരുന്നു. ഇച്ചിരി ഡിലേ ആയിട്ടാണെങ്കിലും ട്രെയിൻ അരിച്ചരിച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി പുറത്തേക്ക് ഭയങ്കര എസ്തെറ്റിക്കലി നോക്കിയിരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും ആ പ്ലാൻ നല്ല നൈസായിട്ടങ്ങ് പാളി ഗൈസ്. എന്നിട്ട് ഞാൻ എന്തെല്ലാം ഒപ്പിച്ച് വെച്ചാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ വലിയൊരു ഡിലേ ഇല്ലാതെ നമ്മൾ വടകര റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് കല്യാണ വീട് വരെ നമ്മൾ അക്കമഡേറ്റ് ചെയ്യാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ദീപക് രാമചന്ദ്രനാണ്. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തി. അവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഈ നിൽക്കുന്നതാണ് നമ്മളെ കല്യാണ ചെക്കൻ പ്രജിയേട്ടൻ. ഈ നടന്നു വരുന്നതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ശ്രുതി. നല്ല പ്രിറ്റിയായിരുന്നു കേട്ടോ അവളെ കാണാൻ, വിത്ത് മേക്കപ്പ്, ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് എല്ലാം കൂടെ. അങ്ങനെ കല്യാണമൊക്കെ തുടങ്ങി, തലയെട്ടൊക്കെ നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞു. എല്ലാവരും നല്ല ഹാപ്പിയായി. അവരങ്ങനെ ഒഫീഷ്യലി ഭാര്യയും ഭർത്താവുമായി ഗൈസ്. എന്താല്ലേ. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ചില സാങ്കേതിക തകരാറുകൾ മൂലം നമുക്ക് ഫുഡ് കഴിക്കണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ പോണ വഴി നമ്മളൊരു കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തി. ഒരു റിഫ്രഷ്മെൻ്റ് ആവാലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കുടിച്ച് തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം ഇരുന്ന് വലിയ ലാഗില്ലാണ്ട് നമ്മൾ ട്രെയിൻ വന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി നേരെ തിരിച്ച് വീട്ടിലോട്ട്. അപ്പം ശരി.